ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടില്ലേ, അതിൽ 100ൽ 99.3% ആൾക്കാരും നല്ലത് പറഞ്ഞപ്പോൾ കുറച്ച് പേര് മാത്രം അതിനെ നെഗറ്റീവ് അതിൽ ചെറിയൊരു പെർസെൻറ്റേജ് ലേഡീസ്, ജെൻസും അല്ല, ഞാൻ ജെൻസിന്റെ ഭാഗത്തുനിന്ന് നെഗറ്റീവ് കമന്റ് വരുന്ന വിചാരിച്ച് ലേഡീസിന്റെ ഭാഗത്ത് നെഗറ്റീവ് കമന്റ് വന്നിക്കണം. അപ്പോൾ അവരെ ഞാൻ ആ പ്രൊഫൈലിൽ പോയി നോക്കുമ്പം അവർ എനിക്ക് തോന്നി ഡിവോഴ്സ്ഡ് ആണെന്നുള്ളത്. ഒരു ഗ്രൂപ്പാണ് ഇവിടെ ഇറങ്ങിയത്. അവർ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ട് പോലും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അതിലൊരാളെ ഞാൻ ബ്ലോക്കും ചെയ്യേണ്ടി വന്നു കേട്ടോ. കാരണം അവരൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ട് എനിക്ക് തന്നെ എന്തോ ആയിപ്പോയി. കാരണം അതിന്റെ മെയിൻ റീസൺ അവരെ എന്നോടുള്ള തെറ്റിദ്ധാരണയാണ്. കാരണം ഞാൻ അതിൽ ശൈശവ വിവാഹത്തിന് സപ്പോർട്ടായി സംസാരിച്ചു എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ഞാൻ അതിനെ അനുകൂലിക്കുന്നില്ല എന്ന്. കാരണം ഞാൻ 3 പെൺകുട്ടികളുടെ ഉമ്മയാണ്. എൻ്റെ മക്കളെ ഞാൻ കെട്ടിക്കാൻ വേണ്ടി വളർത്തുന്നതല്ല എന്ന് കരുതി ഞാൻ അവരെ വിത്തിന് വെക്കാൻ വെച്ചതുമല്ല എന്ന് കരുതി ഞാൻ കല്യാണം കഴിക്കണ്ട എന്ന് ഞാൻ സപ്പോർട്ട് ചെയ്യൂല. നമുക്ക് അങ്ങനത്തെ ഒരു ലൈഫ് കിട്ടിയിട്ടില്ല എന്ന് കരുതി അത് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കണ്ട എന്നല്ലല്ലോ ധർമ്മ. എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ലൊരു ലൈഫ് കിട്ടിയതാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ മക്കൾക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും നല്ലൊരു ലൈഫ് കിട്ടിക്കോട്ടെ എന്നേ ഞാൻ ചിന്തിക്കുള്ളൂ. ഇപ്പൊ പ്രത്യേകിച്ചും ഡിവോഴ്സ് ആവാൻ നേരം വൈകുന്നതിന്റെ ഏറ്റവും വലിയ ഭീകര വേർഷനാണ് ഞാൻ ഇന്നലെ കണ്ടുപിടുക. കാരണം ഞാൻ എൻ്റെ ലേബലിൽ ലേഡീസ് കോൺഫിഡൻസ് ട്രെയിനറിന് ഞാൻ കൊടുക്കാൻ റീസൺ 2019 മുതൽ 1000ഓളം വരുന്ന ലേഡീസ് ക്രിയേറ്റേഴ്സിന്റെ അഡ്മിനായിട്ട് നിന്നു എന്നുള്ള അഹങ്കാരം കൊണ്ടാണ്. കാരണം അവരിൽ വിവാഹം കഴിഞ്ഞവരുണ്ട്, കുട്ടികളുള്ളവരുണ്ട്, ചിലപ്പോൾ വിവാഹം കഴിയാത്തവർ ആൾക്കാരുണ്ട്, ഭർത്താവ് മരിച്ചവരുണ്ട്, ഡിവോഴ്സ് ആയ ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ ജീവിക്കാൻ ആവശ്യമുള്ള സമാധാനമാണല്ലോ ഏറ്റവും വലിയ ഹാപ്പിനെസ്. ജീവിക്കാനുള്ള കോൺഫിഡൻറ്റ് കൊടുക്കുക എന്നുള്ള ഞാൻ ഇത്രയും കാലം ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ലേബിൾ കൊടുത്തത്. പക്ഷെ സ്ത്രീകളിൽ ഇങ്ങനെയും കുറച്ച് ആൾക്കാരുണ്ട് എന്നുള്ളത് ഞാൻ ഇന്നലെയാണ് ആദ്യമായിട്ട് അറിഞ്ഞത് കേട്ടോ. കാരണം അവരുടെ സംസാരമൊക്കെ കേട്ടപ്പോൾ എന്താ അത് എവിടേക്കായി സംസാരമൊക്കെ പോകുന്നത്. ഒരിക്കലും ഞാൻ അവരെ മെൻഷൻ ചെയ്യില്ല. അവർക്കുണ്ടായ തോട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നു കേട്ടോ. അവരുടെ ലൈഫിൽ അവർ അനുഭവിച്ചിട്ടുള്ള വലിയ ട്രോമയാണ് അവരെ ഇങ്ങനെ പുരുഷ വിദ്വേഷിയാക്കി ഇങ്ങനെ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ആ ട്രോമ അവരുടെ ലൈഫിൽ പെട്ടെന്നൊന്നും പോകില്ല. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നല്ല രീതിയിലല്ല ദാമ്പത്യം പോകുന്നുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, 1 വർഷം നമ്മൾ നോക്കിയിട്ട് അത് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വരും. കാരണം ഒരുപാട് അനുഭവിച്ച് കരഞ്ഞ് ലൈഫിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാതെ ലോക്കായിട്ട് കഷ്ടപ്പെട്ടിട്ട് പിന്നെ അവർക്ക് വരുന്നത് ഇതുപോലെ ഇവിടെ ഈ സ്ത്രീ വിരോധികളും പുരുഷ വിരോധികളൊക്കെ ഉണ്ടാകുന്ന, ഫെമിനിസ്റ്റൊക്കെ ഉണ്ടാകുന്ന അവരെ അനുഭവങ്ങളാണ്. അല്ലാതെ അവരെ അങ്ങനെ ജനിച്ചതൊന്നുമല്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ലെവലിലേക്ക് സമൂഹത്തിന് ഇങ്ങനെ ആളുകൾ എത്തിക്കാതിരിക്കാൻ, പ്രത്യേകിച്ചും സ്ത്രീകളെ ആണെങ്കിലും പുരുഷന്മാരാണെങ്കിലും എത്തിക്കാതിരിക്കാൻ സമൂഹത്തിന് നല്ല പങ്കുണ്ട്. അത് മാത്രമല്ല നമുക്ക് അതിനെ പറ്റിയുള്ള നോളജ് കുറവുണ്ട്. കാരണം നമ്മുടെ ലൈഫിൽ ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഇറങ്ങി പോരാനുള്ള വഴിയും കൂടി നമ്മൾ തുറന്നു വരണം എന്നല്ലേ.